നമസ്കാരം എല്ലാവർക്കും. ജൂസ് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കടലൂരാണ്. കടലൂർ വന്നിട്ട് അവിടുന്ന് ലോഡ് കയറ്റാനുള്ള പണി. ഇന്നലെ പറഞ്ഞല്ലോ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്, അതപ്പോൾ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തില്ല. കാരണം ലോഡ് കയറ്റിയിട്ട് പോണ ഡ്രൈവർമാർ ചെയ്തോളും. അപ്പോൾ ലോഡ് അർജൻറ്റാണ്, അപ്പോൾ വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നു ഇവിടെ എത്തി. അപ്പോൾ ഇന്ന് കാലത്ത് ലോഡ് കയറ്റി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ പണി പഞ്ചാബിലെ ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലോഡ്. എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല, കാരണം എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു നാട്ടിൽ നിന്ന് മാറാൻ പറ്റാത്ത അതിൻ്റെ സമയങ്ങൾ വീണ്ടും പോയി. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ വീണ്ടും വണ്ടിയിൽ പോക്ക് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പോകണം. അപ്പോൾ ഞാൻ ലോഡ് കയറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് പോവും. പോകാനുള്ള ഡ്രൈവർമാർ ഇപ്പോൾ വരും. ഇപ്പോൾ കാലത്ത് തന്നെ ഇവിടെ ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. എഴുന്നേറ്റ് ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ കമ്പനിക്ക് അകത്ത് കയറ്റാനുള്ള പറ്റും. അപ്പോൾ പോകാനുള്ള ഡ്രൈവർമാർ അവർ ഡബിൾ ഡ്യൂട്ടിയാണ്, സിംഗിൾ ഡ്യൂട്ടി അല്ല. ഞാൻ പോണ പോലെ സിംഗിൾ ഡ്യൂട്ടി പോകുന്ന ഡ്രൈവർമാരല്ല, ഡബിൾ ഡ്യൂട്ടിക്കേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരിപ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ലോഡ് കയറ്റി അകത്താണ്. ഈ കമ്പനിയിലത്തെ റൂൾസും കാര്യങ്ങളൊന്നും അല്ല ഉണ്ടാവുക, അറിയില്ല നമുക്ക്. അപ്പോൾ കമ്പനിയിൽ നേരം വെളുത്തപ്പോൾ വണ്ടികൾ കയറാനുള്ള തിരക്കുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടികൾ അങ്ങോട്ട് കയറുക, ലോഡ് കയറ്റുക, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ ഈ കമ്പനി വന്ന് ലോഡ് കയറ്റുന്നത്. ഇപ്പോൾ കണ്ടോ വണ്ടികൾ ആ ഗേറ്റ് തുറന്ന് പോകുമ്പോൾ നല്ല തിരക്കാണ്. വണ്ടികൾ കിടന്നുറങ്ങിയ വണ്ടികളെല്ലാം കൂടി കയറാനുള്ള പരിപാടിയാണ് അകത്തേക്ക്. കാലത്ത് 6 മണിക്കാണ് നമ്മുടെ ഇവിടെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഫോറസ്റ്റ് നമ്മുടെ മുത്തങ്ങ അല്ല ഗുണ്ടൽപേട്ട കാട് തുറക്കുന്ന പോലത്തെ സംഭവമാണ് കൂടി. 6 മണിക്ക് ഇവിടെ ഗേറ്റ് തുറക്കുള്ളൂ, കമ്പനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയാൽ ഒരു ടോറസുകാരൻ കാണിക്കാൻ നോക്കിയാൽ അവൻ ആ കുഴിയിലേക്ക് പോകുന്നു വന്നിട്ടാ ടോറസ് നോക്കിയാൽ എൻ്റെ ഹൗസിംഗ് വീല് എവിടെ നിൽക്കണം നോക്കിയാൽ എൻ്റെ അതാ നിലയ്ക്ക് ഇട്ടത് അവൻ കുഴിയിലേക്ക് പോകുള്ളവൻ. നോക്കിയാൽ ഫുള്ള് അവർ റൈറ്റ് പിടിച്ചിട്ട് വണ്ടി എടുക്കണം കേട്ടോ. ഫുള്ള് റൈറ്റ് പിടിച്ച് എടുക്കണം. റൈറ്റ് പിടിച്ച് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് സാധനം കുഴിയിലേക്ക് പോകണം. ഇത് തിക്കും തിരക്കാണ്, ആൾക്കാർക്ക് കുത്തിക്കയറ്റാണ്. കുടുങ്ങിയെന്നുണ്ട് കുടുങ്ങുവാൻ. ചിലപ്പോൾ ക്ലീനർമാരൊക്കെയാവും ചിലപ്പോൾ വണ്ടി എടുക്കണ്ടാവേ, ശ്രദ്ധയില്ല. ഡ്രൈവർമാരാണ് എടുക്കില്ല എന്തായാലും. എന്താക്കോ ഇന്ന് നമുക്ക് പണി തരുമോ എന്നറിയില്ലേ. റിവേഴ്സ് കുടുങ്ങി തിരിയുണ്ട് കിടന്നിട്ട് ഉണ്ടോ. തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു ഹൗസിങ് ടയർ തിരിയണണ്ട, ലോക്കായി തോന്നുന്നുണ്ടത്. അത് ആ ഫുള്ള് ലെഫ്റ്റ് അടിച്ച് ബാക്ക് എടുത്താൽ മതി. ബാക്ക് വരുന്നുണ്ട്, ബാക്ക് എടുക്കാതെ മറ്റേ വണ്ടിയുടെ അണ്ണമെന്ന് പറഞ്ഞത് നന്നായി. അവൻ ഫ്രണ്ട് എടുത്തേക്ക് കുടുങ്ങിയനെ അവൻ. അപ്പോൾ ആ മറ്റേ ലോറിയില്ലേ, അമ്മ എന്ന് പറഞ്ഞ ലോറിയില്ല, അതിൽ ഡ്രൈവറായപ്പോൾ ഒന്ന് പറഞ്ഞാൽ വേണ്ടതുണ്ടോ നോക്കിയാൽ. ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് എടുത്താൽ മതി. വണ്ടി ബാക്ക് എടുത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ആണ് ഭാഗ്യം രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു, അവനല്ല. കാരണം അപ്പോൾ ഏറ്റവും കുഴിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും കുടുങ്ങി. നമ്മളതിൻ്റെ പുറകെ വരണ വണ്ടി, അടുത്ത വണ്ടി നമ്മളാണേ. ഇതാണ് ഉണ്ടാ കമ്പനി ഉണ്ടാ കെംപ്ലാസ്റ്റ് കടലൂർ. കെംപ്ലാസ്റ്റ് ഇത് ആന്ധ്രാക്കാരുടെ കമ്പനിയാണെന്ന് പറഞ്ഞത്. ആന്ധ്ര പെട്ട കമ്പനി കേട്ടോ, പെട്ട കമ്പനിയാണ്. ഈ PVC പൈപ്പില്ലേ, PVC പൈപ്പിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണത്. കാരണം നമ്മൾ കമ്പനിക്കകത്ത് വണ്ടി കയറ്റി, ഇതാണ് കമ്പനിയുടെ അകത്ത് ഞാൻ വണ്ടി കയറ്റിട്ടു. അകത്ത് ഫോൺ അലൗഡല്ല, ഒന്നും അലൗഡല്ല. അപ്പോൾ നമ്മുടെ വണ്ടി എൻ്റർ ചെയ്യണമെങ്കിൽ 10 മണി കഴിയണം. 10 മണി കഴിഞ്ഞ് നമ്മളെ കമ്പനി വേറെ ഇതിന് തന്നെ തൊട്ടപ്പുറത്ത് വേറെ സ്ഥലത്ത് അലൗഡ് വരണം. മറ്റേ നേരത്തെ കയറിയില്ലേ, ആ വണ്ടികളുടെ കൂടെ നമുക്ക് കയറ്റാൻ പറ്റത്തില്ല, നമ്മുടെ അപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ വണ്ടി എൻ്റർ ചെയ്യണമെങ്കിൽ 10 മണിയാണ്. അപ്പോൾ എന്തായാലും ഈ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറയാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കാനും പോകണം. അപ്പോൾ നമ്മൾ കയറ്റേണ്ട കമ്പനിയിലേക്ക് ഞാനിപ്പോൾ അവിടെ നിന്ന് നമ്മളെ കയറിയ കമ്പനിയിൽ നിങ്ങളുടെ 1/2 കിലോമീറ്റർ 1/2 കിലോമീറ്റർ വന്ന് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെ നടന്നു പോകണം. അപ്പോൾ ചായ കുടിച്ചവിടെ നടന്നു പോകണം. നടന്നു പോയിട്ട് ഇനി 10 മണിയാകുമ്പോൾ വീണ്ടും വരണം. ചാടങ്ങേറായി എന്നുള്ളതാണ്. ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേക്ക് അതുപോലെ ഈ കമ്പനിക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഒരൊറ്റ ഡ്രൈവറെ കടത്തി വിടുള്ളൂ, 2 ഡ്രൈവർമാരെ കടത്തി വിടത്തില്ല. മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ മൊബൈൽ ഫോൺ ഞാൻ കടത്തു കേട്ടോ. ഞാൻ മൊബൈൽ ഫോൺ കയറ്റും. എൻ്റെ കയ്യിൽ വേറൊരു സിം ഇരിക്കുന്നുണ്ട്, ഫോണും ഇരിക്കുന്നുണ്ട്, ഒറീസ സിമ്മും ഫോണും ഇരിക്കുന്നുണ്ട്. അതങ്ങനെ കൊടുത്തവർക്ക് ഗേറ്റിൽ. പിന്നെ ഇത് അകത്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറക്കി അകത്ത് വെച്ച് തന്നെ അകത്തേക്കും കിടത്തു. ഇവിടെ ഹൈവേ പണി ഇറക്കുന്നതിൻ്റെ ഇടയിൽ കാണണമൊക്കെ, ഹൈവേ പണി ഇറക്കുന്നതിൻ്റെ കാണണേ. ഇതാണ് ഇവിടെയൊക്കെ കാലത്ത് വണ്ടികളുടെ ബഹളമായിരുന്നു. എല്ലാ വണ്ടിയും ഇപ്പോൾ അകത്ത് കയറി. പക്ഷെ എൻ്റെ വണ്ടി മാത്രമേ എൻ്റർ ചെയ്തില്ല. എൻ്റെ വണ്ടി ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു കമ്പനിയിൽ നിന്നാണ് ലോഡ് കയറുന്നത്. അത് കാരണമാണ് അവർ 10 മണിക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് അവർ എൻ്റർ ചെയ്യുള്ളൂ. കാലത്ത് തന്നെ ഒരു ഭക്ഷണം തന്നെ കഴിയട്ടെ. ഞാൻ എന്തെങ്കിലും ഇവിടെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വിളിച്ചാൽ ഇടയ്ക്ക് വന്ന് ഉള്ള വീഡിയോ അകത്ത് ലോഡെല്ലാം കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല.
അപ്പോൾ നമ്മുടെ വണ്ടി ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് വന്നപ്പോഴത്തേക്കും ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു. ലോഡ് കയറ്റിച്ചാൽ അവർ തന്നെ ലോഡ് കയറ്റി. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേക്കും അവർ തന്നെ ലോഡെല്ലാം കയറ്റി സൂപ്പറായിട്ട് ചെയ്തു. മറ്റേ പായും എല്ലാം ഇട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. പായെല്ലാം കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞു. കാരണം വെച്ചാൽ അവർ തന്നെ നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ ആ കമ്പനി സ്റ്റാഫ് തന്നെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ കൂടെ പോകാനുള്ള ഡ്രൈവർമാർ പുറത്ത് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് ആ കമ്പനിക്കകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ അവർ കാണാതെ ഒളിച്ചു പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത്. അവർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് കമ്പനിക്കകത്ത്. ആൻസോ പാൻഡ്രാഗ് അങ്ങനെ ഒന്നും, വല്ല മൊബൈൽ ഫോണോ ഒന്നും കളത്താൻ പാടില്ല. അതുപോലെ സിംഗിൾ ഡ്രൈവറെ അകത്ത് കയറാൻ പാടുള്ളൂ. വണ്ടിയിൽ എത്ര പേരുണ്ട് ഒരാളെ വണ്ടിക്കകത്ത് കയറാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് അനൻസർ വെച്ചിട്ട് മറ്റേ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറും. അത് സ്ട്രോങ് ആണ്. അതുപോലെ നമുക്ക് പണിയില്ല കേട്ടോ. കാരണം പായ കെട്ടുന്നതും എല്ലാവരാണ്, ഒരു ഇതുമില്ല. കമ്പനി കുഴപ്പമില്ല, സൂപ്പർ കമ്പനി. അതാണ് ഞാൻ അകത്ത് ലോഡ് കയറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. കാരണം വെച്ചാൽ അവരെങ്ങനെ കണ്ടു കഴിഞ്ഞാലേ പ്രശ്നമില്ല. അവർ കമ്പനി ഇത്ര റൂൾസ് പാലിക്കുമ്പോൾ നമ്മളത് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മര്യാദയല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ബില്ല് കിട്ടണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. ഇനി വൈകുന്നേരമായി ലോഡെല്ലാം കയറ്റി വിട്ടൊക്കെ ചായ എല്ലാം കുടിച്ചു. അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ബില്ല് കിട്ടുള്ളൂ. അപ്പോൾ ബില്ല് കിട്ടുമ്പോൾ ഇനി എന്തോ ആൾക്കാരൊക്കെ വരണം എന്നാണ് പറഞ്ഞത്, ബില്ല് മേടിക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി. നമ്മുടെ ബില്ല് നമ്മുടെ ചില തൊട്ടപ്പുറത്ത് ഉള്ളൊരു കമ്പനി, 2 കമ്പനി തന്നെ ലോഡ് ചെയ്യില്ല. കാരണം നമ്മുടെ കൂടെ നമുക്ക് ഇത്ര നേരം വൈകി. നമ്മുടെ കൂടെ കാലത്ത് അകത്ത് കയറിയ വണ്ടികളെല്ലാം ലോഡ് കയറ്റി പോയി. അത് ഇപ്പോൾ വണ്ടി കിടക്കുന്ന കമ്പനിയില്ലേ, അവിടെയായിരുന്നു. അത് കാരണം എല്ലാ വണ്ടികളും പോയി. നമ്മളതിന് തൊട്ടിപ്പുറത്ത് തന്നെ അതിനപ്പുറത്ത് തന്നെ വേറൊരു കമ്പനി തന്നെ ലോഡ് ചെയ്യും. ആ കമ്പനിയിൽ നിന്ന് ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. അതാണ് ഇത്ര നേരം താമസിച്ചത്, നമുക്ക് താമസം. അപ്പോൾ നമ്മുടെ കൂടെ വരാനുള്ള ഡ്രൈവർമാരിൽ ഒരു ഡ്രൈവർ പുറത്ത് വന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഡ്രൈവർ വൈകുന്നേരം വരുള്ളൂ, മെയിൻ ഡ്രൈവർ വൈകുന്നേരം വരുള്ളൂ. അത് ഇവിടെയൊക്കെ അങ്ങനെ തമിഴ്നാട് വണ്ടിയിലേക്ക് അങ്ങനെ മെയിൻ ഡ്രൈവറും സെക്കൻഡ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ സെക്കൻഡ് ഡ്രൈവർ ഓൾറെഡി പുറത്ത് വന്നിരിക്കുന്നുണ്ട്. മെയിൻ ഡ്രൈവർ ഇനി വൈകുന്നേരം വണ്ടി ലോഡെല്ലാം കയറ്റി പോകണം നേരമാകുമ്പോൾ ആൾ വരും. അപ്പോൾ ഞാൻ പോയി ഒരു ചായ കുടിക്കുക, ഡ്രൈവറെ കാണാമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോകണത്. അല്ല, ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ പോകണ ഒരു ഡ്രൈവർ. ഇതാണ് ഒരു ഡ്രൈവർ. ഇപ്പോൾ ഇനി അടുത്ത ഡ്രൈവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോയി. നമ്മുടെ വണ്ടി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആ സമയം ആകുമ്പോഴത്തേക്കും പോകാനുള്ള ഡ്രൈവർ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പഞ്ചാബിലെ ജലന്ധറിലേക്കാണ് ഈ ട്രിപ്പ് ലോഡ്. നമ്മൾ ഡൽഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോഡ് കയറ്റാൻ വന്നത്. പക്ഷേ പഞ്ചാബിലെ ജലന്ധറിലേക്കാണ് ലോഡ്. അപ്പോൾ ഈ അണ്ണനും വേറൊരു അണ്ണനുമാണ് പോണേ. വേണ്ട, നമ്മുടെ വണ്ടി കിടക്കണേട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് എന്നെ വിളിച്ചൊരു ആ സമയമായപ്പോഴത്തേക്കും ഞാൻ വേഗം ഇങ്ങോട്ട് ബില്ലെടുക്കാൻ വേണ്ടി വന്നത്. നമ്മുടെ വണ്ടി എടുക്കണ്ട. പിന്നെ വെച്ചാലേ ഇത്ര ഹൈറ്റുള്ളല്ലോ, സുഖമാട്ടാ. കാറ് പോകണമെങ്കിൽ പോകും. ആകെ 21 ടണ്ണിൽ ഓടുള്ളൂ. ഇതാണ് കേട്ടോ ഡ്രൈവർമാർ 2 പേരും വന്നു. നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറക്കി. അപ്പോൾ നമ്മൾക്ക് ആ ടയർ പഞ്ചറായില്ലേ, ആ ടയർ ഇപ്പോൾ നമ്മൾ മാറ്റാനുള്ള പരിപാടിയാണ്. പഞ്ചറായ ടയർ, ഇതുവരെ പഞ്ചറായ ടയർ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ലിഫ്റ്റ് ആക്സിൽ പൊക്കി വെച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 ഡ്രൈവർമാരാണ് ഈ ട്രിപ്പ് നമ്മുടെ ഈ വണ്ടി കൊണ്ട് പഞ്ചാബ് ജലന്ധർ പോകുന്ന ആൾക്കാർ. ഇവർ 2 പേരാണ് പഞ്ചാബ് ജലന്ധറിലേക്ക് പോകുന്ന ആൾക്കാർ. അപ്പം ലിഫ്റ്റ് ആക്സിൽ മാറി ടയർ പഞ്ചറെല്ലാം ഒട്ടിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ലിഫ്റ്റ് ആക്സിൽ കാരണം നമുക്ക് ജാക്കിയൊന്നും വെക്കണമെന്നില്ല, എല്ലാ പരിപാടിയും കഴിഞ്ഞോണ്ടാ. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് ഇവിടെ ഇറങ്ങുകയാണ്. എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ 2 ഡ്രൈവർമാരാണ് പഞ്ചാബ് ജലന്ധറിൽ. ഇതാണ് മെയിൻ ഡ്രൈവർ, മറ്റേത് സെക്കൻഡ് ഡ്രൈവർ. അത് സെക്കൻഡ് ഡ്രൈവർ, ഇത് മെയിൻ ഡ്രൈവർ. അവർക്കൊന്നും വീഡിയോ എടുക്കുന്നതും താല്പര്യമില്ല, ഇഷ്ടമല്ല, അത് കാരണം. അപ്പോൾ ഇനി ഞാൻ ഈ വണ്ടിയിൽ കയറുമ്പോൾ അടുത്ത വീഡിയോയും വിശേഷങ്ങളോട് വരാം. നാളെ ഈ വണ്ടിയുടെ ലോഡ് കയറ്റിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിർത്തുന്നു, ബൈ.